ശീലന്മാരാക്കിയാൽ ആർക്ക് കൊടുക്കുമ്പോഴും 4 ആളും ഒന്ന് മുഷാവറ ചെയ്യണം. അല്ലെങ്കിൽ വേറെ തന്നെ നിന്റെ കയ്യിലേൽപ്പിച്ച് നീ കൊടുക്കണം, നിന്റെ കയ്യിലേൽപ്പിച്ച് നീ കൊടുക്കണം. പിന്നെ അവർ തമ്മിൽ മുഷാവറ ചെയ്യേണ്ടതിരിക്കുന്ന ആവശ്യമില്ല. എന്നാൽ ഇന്ന് മുതലാളിമാരുടെ സക്കാത്ത് പലതും അതിന്റെ യഥാർത്ഥ അവകാശികളെ എത്തിക്കുന്നില്ല. ഓരോ നാട്ടിലുമുള്ളതിരിക്കുന്ന മുതലാളിമാര് അവരുടെ ജമാഅത്ത് അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഞങ്ങളുടെ നാട്ടിൽ പാവപ്പെട്ട ആളുകൾ എത്രയുണ്ട് എന്ന് ലിസ്റ്റ് എടുക്കാൻ സാധിക്കും. ലിസ്റ്റ് എടുത്ത് എന്ത് ചെയ്യാ? സക്കാത്ത് കൊടുക്കാൻ കഴിവുള്ളവരാണ് എന്ന് തോന്നുന്ന ആളുകളുടെ കയ്യിലേക്ക് അത് എത്തിച്ച് ആ സക്കാത്തിന്റെ മുതല് അവർക്ക് എത്തിച്ചു കൊടുത്താലോ ഈ പാവങ്ങളുടെ അവസ്ഥ, ചുറ്റി നടക്കുന്നവരുടെ അവസ്ഥ പോകട്ടെ. ചുറ്റി നടക്കേണ്ടി വരുമോ? എന്തൊരു വിഷമമാണ്. ജമാഅത്തിന്റെ പലരും, കഴിവുള്ളതിരിക്കുന്ന ജമാഅത്തിൽപ്പെട്ട പലരുടെയും ആ ജമാഅത്തിന്റെ ലെറ്റർ അതിലെഴുതി ഇവന് പാവപ്പെട്ട മനുഷ്യനാണ്, പാർക്കാൻ വീടില്ല, 2 പെമ്മക്കളുണ്ട്, ഒരാൾ രോഗിയാണ്, സഹായിക്കണം. ജമാഅത്തിന്റെ സീല് വെച്ച് ആ ജമാഅത്തിൽ ഏറ്റവും കഴിവുള്ളതിരിക്കുന്ന ആളായിരിക്കും ചിലപ്പോൾ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുക. ആ പ്രസിഡന്റിന്റെ ഒപ്പം വെച്ച് നാട് ചുറ്റാൻ വേണ്ടി അയച്ചു. ചുറ്റുമ്പോൾ 5 റുപ്യ 10 റുപ്യ ഇങ്ങനെ കൊടുക്കും. ഇവൻ പുരകെട്ടാനുണ്ടോ? ഇവൻ മരുന്നാക്കാനുണ്ടോ? ഈ യാത്രയിൽ ഭക്ഷണത്തിനും ബസ്സിനുമായിട്ട് ആ പൈസ തീർന്നില്ലേ? ഇതേ അവസ്ഥയിൽ നമ്മളുടെ സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോയാൽ സഹോദരന്മാരെ അവസ്ഥ എന്താകും? കച്ചവടക്കാര് കണക്കെടുക്കണം. 2.5% കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കണം. തുടങ്ങുമ്പോൾ 100 റുപ്യ കൊണ്ട് കച്ചവടം തുടങ്ങിയാലും കൊല്ലം പൂർത്തിയാവുമ്പോൾ അത് 10 ലക്ഷമായിട്ടുണ്ടെങ്കിൽ 10 ലക്ഷത്തിന്റെ സക്കാത്ത് കൊടുക്കണം. സ്വർണം, ആഭരണം, ശരീരത്തിൽ ധരിക്കുന്ന ആഭരണമുണ്ടല്ലോ, ആഭരണം മിതമായതിന് എന്തില്ല? സക്കാത്തില്ല. അമിതമായി പോയി, കണക്കിലധികമായി പോയി. നാട്ടിൽ ഒരു പതിവുണ്ട്, നാട്ടിറൂഢി, അത്ര ധരിക്കാം. നമ്മളുടെ ഇവിടൊക്കെ ഒരു 10, 50, 60 പവൻ ഒക്കെ ആയാൽ ഒരു നാട്ടുനടപ്പ്. അത് കൃത്യം എന്നല്ല ഞാൻ കണക്ക് പറഞ്ഞത്. നാളെ ഞാൻ 50 പറഞ്ഞല്ലേ അല്ലെങ്കിൽ 60 പറഞ്ഞല്ലേ, അതിന് ഉറുഫ് എന്നാണ് പിന്നെ ശറയിൽ പറയൽ. ഉറുഫ് നാട്ടുറൂഢി. ആ റൂഢി ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ അറിയുന്നതാണ്. ഒരു 50, 60 പവനായാൽ നാട്ടുറൂഢിയിൽ മതിയല്ലോ. അതിനേക്കാൾ അധികം ആകുമ്പോഴേക്ക് വല്ലാതെ പൊന്നിയെന്നായി. അങ്ങനെ വല്ലാതെ 100, 200, 300, 400 പവൻ സ്റ്റോക്കുള്ള ആഭരണം തന്നെ ഉള്ളതിരിക്കുന്ന ആളുകൾ, പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും അറിയേണ്ടതിരിക്കുന്ന വിഷയമാണിത്. അതിനെന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് എത്ര? 50, 60 അത് റൂഢിയല്ല, അത് വിട്ടിട്ട് ബാക്കിയുള്ളതിനല്ല. അധികമുണ്ടെങ്കിൽ അത് ഒന്ന് തന്നെ തുടങ്ങണം. എത്രയുണ്ട്? ആ ഉള്ളതിന് മുഴുവൻ 2.5% സക്കാത്ത് കൊടുക്കണം. കട്ടി സ്വർണം സൂക്ഷിച്ച്, സ്വർണത്തിന്റെ കട്ടി ആവരണമാക്കാത്തത്, അത് മിനിമം 85 ഗ്രാം സ്വർണം ഒരു കൊല്ലം സ്റ്റോക്ക് നിന്നാൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. സ്വർണം തന്നെ കൊടുക്കണം. വെള്ളി 595 ഗ്രാം വെള്ളി മിനിമം ഒരു കൊല്ലം സ്റ്റോക്ക് നിന്നാൽ 2.5% സക്കാത്ത് കൊടുക്കണം. അതിനേക്കാൾ അധികം എത്ര ഉണ്ടെങ്കിലും. മകളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി സ്വർണം കൊണ്ടുവന്ന് 10 പവൻ കൊണ്ടുവന്ന് വെച്ച്, 10 പവൻ കൊണ്ടുവന്ന് വെച്ച് ആഭരണമാക്കിയിട്ടില്ല, ബാക്കി പൂർത്തിയായിട്ടില്ല, കൊല്ലം ഒന്നായി, സക്കാത്ത് അതിന് കൊടുക്കണം. അതിന് സക്കാത്ത് കൊടുക്കണം. ഈ നിലക്ക് കണക്കെടുത്തും കൊണ്ട് സഹോദരന്മാരെ എല്ലാ ജമാഅത്തും ഇതിന് പ്രവർത്തിക്കണം. എങ്ങനെ? അതാത് നാട്ടിലുള്ളതിരിക്കുന്ന അവകാശപ്പെട്ടതിരിക്കുന്ന ആളുകൾ, പിന്നെ അവരെ കുടുംബത്തിലും മറ്റൊക്കെയുള്ള ആളുകളെ, പാവപ്പെട്ട ആളുകളെ കണക്കെടുത്തും കൊണ്ട് ലിസ്റ്റ് തയ്യാറാക്കാൻ സാധിക്കും. അത് തയ്യാറാക്കി സക്കാത്തിന് തരപ്പെട്ടതിരിക്കുന്ന ആളുകളെ അത് ജമാഅത്ത് അടിസ്ഥാനത്തിലോ മറ്റോ അറിയിക്കുക. സക്കാത്ത് അവര് നേരിട്ട് തന്നെ എത്തിച്ചു കൊടുക്കട്ടെ. അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആരെങ്കിലും വക്കീലാക്കിയിട്ട് ജമാഅത്ത് കൊടുക്കാതെ എല്ലാവരുടെയും സക്കാത്ത് ജമാഅത്ത് പിരിപ്പിച്ചാൽ, അല്ലെങ്കിൽ അതിനായിട്ട് വേറൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് സക്കാത്ത് പിരിപ്പിച്ചാൽ, സക്കാത്ത് ഇസ്ലാം കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ച രീതി അല്ല. നിസ്കാരം എത്ര ഗൗരവം, എത്ര ഗൗരവം. നിസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും ഇടയിൽ അതിനെ നിസ്കാരത്തിനെയും സക്കാത്തിനെയും രണ്ടായി കാണുന്ന ആളുകളെ ഞാൻ വിടുകയില്ല.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല. എന്താ? ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സലാതക സകനുൽ ലഹും. അള്ളാഹിന്റെ ഖുർആൻ ഓതിയിട്ടാണ് അവർ പറഞ്ഞ സക്കാത്ത്. എന്താ? അള്ളാഹുവിന്റെ നബിയോടാണ് തങ്ങൾ സക്കാത്ത് വാങ്ങണം, അതുകൊണ്ട് അവരെ ശുദ്ധീകരിക്കണം, തങ്ങൾ അവർക്ക് ദ്വാരക്കണം, അതവർക്ക് നല്ലതാണ്. അങ്ങനെ ദ്വാരക്കുന്ന ആള് പോയി, ഇനി ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല. അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരുങ്ങി. ഉമർ ഇബ്നു ഖത്താബും കുറെ ആളുകളൊക്കെ എതിർത്തു. എങ്ങനെ? അവർ ഷഹാദത്ത് കലിമ ചൊല്ലിയവരല്ലേ, പിന്നെങ്ങനെ അവരോട് ജിഹാദ് ചെയ്യും? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഒരു നീണ്ട പ്രസംഗം തന്നെ ചെയ്തു. ആ പ്രസംഗത്തിൽ എന്താ പറഞ്ഞത്? സക്കാത്തിനെയും നിസ്കാരത്തിനെയും രണ്ട് തരമായി കാണുന്നവരെ ഞാൻ വിടുകയില്ല, എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടു ശരിയാണ് എന്ന്. സക്കാത്ത് അത്രയും ഗൗരവമാണ്. നിസ്കാരത്തിന്റെ ഗൗരവം, റമദാൻ മാസത്തിന്റെ നോമ്പിന്റെ ഗൗരവം അത് മനസ്സിലാക്കണം. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കച്ചവടത്തിന്റെ, സ്വർണത്തിന്റെ, വെള്ളിന്റെ, പണം സ്റ്റോക്കുള്ളതിന്റെ കണക്കെടുത്ത് 2.5%, അതാണ് കഡ്ഡായ സക്കാത്ത്. ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ് വഇഖാമുസ് സലാത്തി വഈതാഉ സക്കാത്തി വസൗമു റമളാന വഹിജ്ജുൽ ബൈത്ത്. ഇസ്ലാം എന്ന ആ വലിയ വീട്, അതിന് 5 സ്തംഭങ്ങൾ. ഒന്ന് ഷഹാദത്ത് കലിമ, രണ്ടാമത്തെ നിസ്കാരം, മൂന്നാമത്തെ സക്കാത്ത്, നാലാമത്തെ നോമ്പ്, അഞ്ചാമത്തെ ഹജ്ജ്. നോമ്പിനും ഹജ്ജിലും നമുക്ക് വലിയ താല്പര്യമില്ലേ? ഹജ്ജ് എങ്ങനെങ്കിലും ചെയ്യണം, നോമ്പിടിക്കണം. നിസ്കാരത്തിന് താല്പര്യമുണ്ട്, സക്കാത്തിൽ അതേപോലത്തെ താല്പര്യം വേണം. ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ ഒന്നാണ്. അത് ഈ 2.5% ഞാൻ പറഞ്ഞ അതിനേക്കാൾ അധികം കൊടുക്കുന്നത് സദഖയാണ്. കണക്കെടുക്കാതെ റമദാനാകുമ്പോഴേക്ക് കുറെ പണം ഒരുമിച്ച് കൂട്ടിയിട്ട് കൊടുത്ത് ഇവർക്കൊക്കെ കൊടുത്ത്. ഞാൻ സക്കാത്ത് കൊടുത്തു. എത്ര കൊടുത്തു? ഞാൻ 1,00,000 ഉറുപ്പിക കൊടുത്തു. മുതലിപ്പോ കണക്കാക്കുന്ന എത്രയോ ഉണ്ട്, അത് റമദാനിൽ എത്ര കൊടുത്തു? ഈ സക്കാത്താവുമോ? ആവൂല. സക്കാത്തിന്റെ അവകാശികളെ മനസ്സിലാക്കിയിട്ട്, സക്കാത്തിന്റെ മുതലുകളെ മനസ്സിലാക്കിയിട്ട് യഥാർത്ഥ നിലക്ക് സക്കാത്ത് വിടണം. അതിൽ ഉമറാക്കൾ, ഉലമാക്കൾ എല്ലാവരും സഹകരിക്കണം. എല്ലാ ജമാഅത്തുകളും അവരവരുടെ നാട്ടിലുള്ളതിരിക്കുന്ന സക്കാത്തിന്റെ അവകാശികളെ മനസ്സിലാക്കി അതാത് നാട്ടിലുള്ളതിരിക്കുന്ന ഖതീബമാര് അവരോട് സഹകരിച്ചും കൊണ്ട് അതിന്റെ ശറയ്യായ വിധി അവരോട് ചോദിച്ച് റമദാൻ വരുമ്പോഴേക്ക് നമ്മൾ, അതായത് സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ഉലമാക്കളായ നമ്മളും സക്കാത്തിനെ സംബന്ധിച്ച് ഫിത്ർ സക്കാത്ത്, നോമ്പ്, പെരുന്നാൾ നിസ്കാരം, ഇഅ്തികാഫ് ഇതുപോലത്തെ മസലകൾ ഒന്ന് കിതാബുത്താലയത് സ്റ്റഡിയാക്കി വെച്ച് ജനങ്ങളെത്തിക്കണം. ജനങ്ങൾ സ്വീകരിക്കാൻ ഇന്ന് വളരെ ഒരുക്കത്തിലാണുള്ളത് എന്ന് ജനങ്ങളുടെ പല പ്രവർത്തനങ്ങൾ കൊണ്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ജനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്, മുതലാളിമാര് തയ്യാറാണ്. അതിനുവേണ്ടി നമ്മളെല്ലാം ഒരുങ്ങാം. ഒന്നിച്ച് ഉമറാക്കൾ, ഉലമാക്കൾ, പൊതുജനങ്ങൾ, ജമാഅത്തുകൾ ഒന്നിച്ച് പ്രവർത്തിക്കാൻ നമ്മുടെ പാവപ്പെട്ട പല ആളുകളുടെയും കണ്ണുനീരൊപ്പാൻ നമ്മൾക്ക് സാധിക്കും. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ಮೊಹಲ್ಲಾ ಆಡಳಿತ ಸಮಿತಿಗಳು ಝಕಾತ್ ಸಂಗ್ರಹಿಸಿ ಅರ್ಹರಿಗೆ ವಿತರಿಸುವುದು ಸೂಕ್ತವಲ್ಲವೇ? സക്കാത്ത് ജമാഅത്ത് സംഗ്രഹിച്ചു കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞതിന് അവരെന്ത് ചെയ്തത് മനസ്സിലാക്കിയിട്ടുണ്ട്, അത് കേട്ടിട്ടുണ്ട് എന്ന് ഉത്തരം പറഞ്ഞല്ലോ, അത് പറഞ്ഞു. പിന്നെ അതിന് പറഞ്ഞത് ഒരു ശരിയായ രീതിയിലുള്ള ഒരു സംഘടന ആണെങ്കിൽ ആ സംഘടന കൊടുത്തൂടെ. അത് സംഘം എന്ന് പറഞ്ഞിട്ട് ഇല്ല. പിന്നെ വക്കീല് ഉണ്ട്. വക്കീല് 1 2 അവരെന്താവണം? അത് ശരിക്കും വിശ്വാസമുള്ളവരായ വക്കീലന്മാര് ആവണം. നമ്മൾ കൊടുത്ത മുതല് അതിന്റെ ശരിയായ ആൾക്ക് അവരെത്തിച്ചിട്ടുണ്ടാവും. അവരെ ബസിന്റെ പൈസയോ അല്ലെങ്കിൽ അവരെ ചായ പൈസയോ അതൊന്നും അവരിതിൽ നിന്ന് എടുക്കുകയില്ല. ഇത് മിസ്കിന്മാർക്ക്, ഫക്കീറന്മാർക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കും എന്ന് ഉറപ്പുള്ള ഒരു വക്കീല് അല്ലെങ്കിൽ 2 വക്കീല് അല്ലെങ്കിൽ 3 വക്കീല്, ഇങ്ങനെ അതിന് വിരോധമില്ല. സംഘം ഒരു കമ്മിറ്റി എന്നുള്ളത് അത് ഒരിക്കലും വക്കീല് ആവാൻ പറ്റുക തന്നെ ഇല്ല. രണ്ടാമത്തത്,
യത്തീംഖാന പോലെയുള്ള സ്ഥാപനങ്ങൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സക്കാത്ത് കൊടുത്ത് ആ സ്ഥാപനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി സഹകരിച്ചുകൂടെ? സ്ഥാപനങ്ങൾക്ക് സക്കാത്ത് കൊടുക്കല് അത് ഖുർആനിൽ പറഞ്ഞല്ല. ഖുർആനിൽ പറഞ്ഞ ഫുഖറ മസാക്കീന്, ഫക്കീറന്മാര്, മിസ്കീന്മാര്, കടം കൊണ്ട് ബുദ്ധിമുട്ടാവുന്നവര്, യാത്ര പോകാൻ വഴിയില്ലാത്ത, യാത്ര എന്ത് ഞാൻ വിവരിച്ചു കഴിഞ്ഞു, യാത്രയിൽ ബുദ്ധിമുട്ടാവുന്നവര്, പൊതുവിശ്വാസികൾ. പിന്നെ 3 വിഭാഗം ഇല്ല എന്ന് പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ ഇന്നമസ്സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകിൻ 8 കൂട്ടരെ പറഞ്ഞുകൊണ്ട് ഇന്നമാ എന്ന് പറഞ്ഞു. ഇന്നമാ എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രം നഫിയും ഇസ്ബാത്തും എന്ന് പറഞ്ഞാല് ഈ 8 കൂട്ടർക്ക് ആണ് സക്കാത്ത്, അല്ലാത്തവർക്ക് ഇല്ല, കൊടുക്കാൻ പാടില്ല എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം തന്നെ. ഇന്നമാ പറഞ്ഞതിന്റെ ഉദ്ദേശം തന്നെ ഈ 8 കൂട്ടര് അല്ലാത്ത ആർക്കും കൊടുക്കാൻ. സംഘസമസ്ത എന്ന് പറയുമ്പോൾ അത് ಈ 8 ಕೂಟರಿಕಾಯಿಲ್ಲ, ಅದರ ಸ್ಥಾಪನತಿನಾಯಿ. ತಂದೆಯ ಸಕಾತ್ ಬಡ ಮಕ್ಕಳಿಗೆ ನೀಡಬಹುದೇ? ತಂದೆಗೆ ಸಂಪತ್ತು ಇದೆ, ಮಕ್ಕಳಿಗೆ ಆ ಸಕಾತ್ ಕೊಡಬಹುದೇ? മകൻ പ്രായപൂർത്തിയായിട്ട് ഓന് സ്വന്തമായിട്ട് പണിയെടുക്കാൻ ഓന്റെ ജീവിത മാർഗം തേടാൻ സാധിക്കുന്ന ഒരാളാണ് എങ്കിൽ ബാപ്പ ചെലവ് കൊടുക്കൽ അവന് കഡ്ഡായമല്ല. ബാപ്പാന്റെ ചെലവ് കഡ്ഡായമല്ലാത്ത മക്കൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റും. ഇനി രോഗിയായിട്ടോ മറ്റോ അവൻ കിടപ്പിലാണ്, അപ്പൊ ബാപ്പ നോക്കണം, അങ്ങനെയുള്ള ആളല്ല. എന്താ, അവന്റെ ചെലവ് പൂർണ്ണമായിട്ട് അവൻ നോക്കുമല്ലോ. അല്ലാത്ത മക്കള് സ്വന്തമായിട്ട് നയിക്കാൻ കഴിവുള്ള മക്കള് നയിക്കാതെയോ നയിച്ചിട്ടോ അവർ ബുദ്ധിമുട്ടുന്നതിന് ബേജാറാവുന്നുണ്ടെങ്കിൽ അവരെ സക്കാത്ത് അവർ കൊടുക്കാം, സഹോദരിമാർക്ക് കൊടുക്കാം. 5 ಲಕ್ಷ ರೂಪಾಯಿ ಸಾಲ ಇದೆ, 3 ಲಕ್ಷ ರೂಪಾಯಿ ತನ್ನ ಅಧೀನದಲ್ಲಿದೆ, ಸ್ವಂತದಲ್ಲಿ 3 ಲಕ್ಷ ರೂಪಾಯಿ ಇದೆ, 5 ಲಕ್ಷ ರೂಪಾಯಿ ಹೊರಗಿನವರಿಗೆ ಸಾಲ ಕೊಡ್ಲಿಕ್ಕೆ ಇದೆ. ಇಲ್ಲಿ ಸಕಾತ್ ಹೇಗೆ ಕೊಡಬಹುದು, ಕೊಡಬೇಕೇ? 3 ലക്ഷം ഉറുപ്പിക ഒരു വർഷം പൂർണ്ണമായിട്ട് ഒരു മനുഷ്യന്റെ കയ്യിൽ സ്റ്റോക്ക് നിന്നാൽ ബാക്കി അവന് കടമുണ്ടോ ഇല്ലേ അത് നോക്കാതെ ഈ 3 ലക്ഷം ഉറുപ്പിയിൽ നിന്നിട്ട് അതിന്റെ 2.5% 7500 ഉറുപ്പിക സക്കാത്തായിട്ട് കൊടുക്കുകയെ തന്നെ വേണം. കടം അത് വേറെ, കടത്തിന് ഇത് ബാധകമല്ല. ವಿದೇಶಕ್ಕೆ ತೆರಳುವವರಿಗೆ ಅಥವಾ ಬಡ ಹೆಣ್ಣಿನ ಮದುವೆಗೆ ನೀಡಿದರೆ ಸಕಾತ್ ಸಂದಾಯವಾಗಬಹುದೇ? വിദേശത്തേക്ക് പോകുന്ന ആൾക്ക് സക്കാത്ത് കൊടുത്താൽ പറ്റുമോന്ന്, അതിപ്പോ നമ്മൾ യാത്രക്കാരെ പറഞ്ഞു. വിദേശത്തോ അല്ലെങ്കിൽ നാട്ടിന്റെ അകത്തോ, അത് ഇന്ത്യയിൽ നിന്ന് പുറത്തോ ഇന്ത്യന്റെ അകത്തോ വേറെ എവിടെ യാത്ര പോയിട്ട് അവന്റെ ജീവിത മാർഗം തേടുന്ന ആള്, അവന് പോകുമ്പോഴേക്ക് ടിക്കറ്റിനോ മറ്റോ ചെലവിനോ പൈസ ഇല്ല എന്നെങ്കിൽ അവന് സക്കാത്തിന്റെ ഒരു ഓഹരി ഉണ്ട് എന്ന് സക്കാത്തിന്റെ അവകാശികളിൽ പറഞ്ഞു. പിന്നെ പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? ഫക്കീറന്മാര്, മിസ്കീന്മാര്, അവർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് സക്കാത്ത് കൊടുക്കാം. അത് പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആണിനെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനത്തെ പ്രത്യേകതയൊന്നുമില്ല. അപ്പൊ മിസ്കീനായ മനുഷ്യന് കൊടുത്താലോ, മകളെ കെട്ടിച്ചു കൊടുക്കാൻ അത്യാവശ്യമായ ചെലവ്, ആ ചെലവിന്റെ വഴി അവനില്ല, അപ്പോൾ അവൻ മിസ്കീനായി. മിസ്കീൻ എന്ന ആ പേര് കൊണ്ട് അവനിക്ക് സക്കാത്ത് കൊടുക്കുന്നു. മകളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി എന്ന ആ പേരിൽ സക്കാത്ത് കൊടുക്കൽ ഇല്ല. പിന്നെ അവൻ മിസ്കീനാണ്, അവനിക്ക് ആവശ്യമുണ്ട്. എന്തുകൊണ്ട് മിസ്കീനായി? ഇത് ആവശ്യമുള്ളത് കൊണ്ട് അങ്ങനെ കൊടുത്താൽ പറ്റും. പിന്നെ മകളെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാല് ഇപ്പൊ എത്രയോ കൊടുക്കണം, ലക്ഷക്കണക്കിന് വരദക്ഷിണയായിട്ട് കൊടുക്കണോ, അല്ലെങ്കിൽ പിന്നെ കുറെ സ്വർണം കൊടുക്കണോ? അതിനൊക്കെ കൊടുത്താല് ജനങ്ങൾ ഈ സമുദായത്തിനെ നശിപ്പിക്കലാണ്. ഇസ്ലാം ഒരിക്കലും സമുദായത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയല്ല പറയുന്നത്, അത്യാവശ്യ ചെലവിന്റെ വിഷയമാണ് ഞാൻ പറഞ്ഞത്. പുതുമുസ്ലിം, പുതുവിശ്വാസികൾ എന്ന് പറഞ്ഞല്ലോ, ഒരാൾ പുതുവിശ്വാസിയാണ്, അയാളുടെ കയ്യിൽ ധാരാളം പൈസ ഉണ്ട്, എന്നാൽ പുതുവിശ്വാസി എന്നൊക്കെ അയാൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? പുതുവിശ്വാസി എന്ന പേരിൽ സക്കാത്ത് അയാൾക്കുണ്ട്. എന്താ, അയാളുടെ ഒരു മനസ്സിന് ഒരു ശാന്തി, എന്നോട് എല്ലാവരും സഹകരിക്കുന്നുണ്ട്, അവരെ വാക്കുകൊണ്ടും ദേഹം കൊണ്ടും പൈസ തന്നിട്ടും കൂടി എന്നോട് അവർ സഹകരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു സഹകരണത്തിന് വേണ്ടിയിട്ട് സഹകരിക്കുന്ന ദീനാണ് ഈ മതം, സഹകരണമുള്ള ദീനാണ് എന്ന് തോന്നിപ്പിക്കാം, എന്ന് വരുത്താൻ വേണ്ടി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ്? 2-3 വർഷം മുമ്പ് പുതുവിശ്വാസിയായിരിക്കുന്ന ആ ആളും പുതുവിശ്വാസിയാണോ, അല്ല ഇപ്പൊ കടന്നു വരുന്നോണ്ടിരിക്കുന്ന ആളാണോ, എങ്ങനെയാണ്? അത് ഒരു വിഷയമാണ്. എന്താ, നമ്മളിപ്പോ പുതുവിശ്വാസി എന്ന് പറയുന്നത് എങ്ങനെ അറിയോ? അയാൾ 50 കൊല്ലം മുമ്പ് ഇസ്ലാമിലേക്ക് വന്ന ആള്, എന്നിട്ട് അയാൾക്ക് ഒരു പേരും വെക്കും, ജദീദ്. ജദീദ് തന്നെ പുതിയത്.
അതെപ്പോഴും പുതിയതല്ല, അത് പൊതുവിശ്വാസിയല്ല. പിന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് പിന്നെ ഇത് ഞാൻ വരുമ്പോഴേക്ക് നല്ല വിചാരം വിചാരിച്ചിട്ട് ഇപ്പൊ ഒന്നുമില്ല, അങ്ങോട്ട് പോയാലോ നിന്നാലോ പോയാലോ നിന്നാലോ എന്നുള്ള ഇങ്ങനത്തെ ഒരു സംശയത്തിലുള്ള ആള് മാത്രം. എന്നല്ലാതെ എപ്പോഴും പുതുവിശ്വാസി എന്നുള്ള പേര് വെച്ചിട്ട് അയാളെ മോളെ കെട്ടാൻ ഒരേ ഇഷ്ടപ്പെടുന്നില്ല. അത് പുതിയോന്ന് നങ്ങാറ് പുതിയങ്ങല്ലേ. അങ്ങനെ പുതിയെന്ന് പറഞ്ഞാല് ബഹുമാനപ്പെട്ട സഹാബാക്കള് ഇസ്ലാം ദീൻ സ്വീകരിച്ചിട്ട് 1 കൊല്ലോ 2 കൊല്ലോ ആകുമ്പോഴേക്ക് വഫാത്തായ ആളുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഇസ്ലാം ദീൻ സ്വീകരിച്ചു. നുബുവത്തിന്റെ അള്ളാഹു നബിക്ക് നുബുവത്ത് കിട്ടിയിട്ട് 6ാമത്തെ കൊല്ലത്തില്. അള്ളാഹു നബിന്റെ വഫാത്ത് കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് 2 കൊല്ലവും ചില്ലാനം ഭരിച്ചു. അബൂബക്കർ സിദ്ദീഖ് 12 കൊല്ലം ജീവിച്ചു, വഫാത്തായല്ലോ. പുതുവിശ്വാസി നമ്മളെ കണക്ക് പ്രകാരം പുതുവിശ്വാസി എന്നുള്ള ജദീദ് എന്നുള്ള പേരേ പോയിട്ടില്ല. അങ്ങനത്തെ കണക്കൊന്നുമില്ല. ഈമാൻ ഉറച്ചാ പിന്നെ പുതുവിശ്വാസി അല്ല. ಈ ಮೊಹಲ್ಲ ಆಡಳಿತ ಸಮಿತಿಗಳು ಜಕಾತ್ ಸಂಗ್ರಹಿಸಿ ಅರ್ಹರಿಗೆ ವಿತರಿಸುವುದು ಸೂಕ್ತವಲ್ಲವೇ എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ സാധാരണ ഇപ്പോ ഒരു ഇസ്ലാമിക ഭരണം ഉള്ള സ്ഥലത്ത് നടത്തുന്ന എല്ലാ കാര്യങ്ങളും ഒരു മഹല്ല ആഡളിത സമിതി ഇപ്പൊ നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. ആവശ്യമായ പള്ളി, നാട്ടിൽ താമസിക്കുന്നവർക്ക് വേണ്ട ദീനീയ ശിക്ഷണം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെല്ലാം ആഡളിത സമിതിയാണ് നടത്തിക്കൊണ്ടുവരുന്നത്. അപ്പൊ അതേ സന്ദർഭത്തിൽ ആ നാട്ടിലുള്ള സാമ്പത്തികമായി വളരെ വിഷമിക്കുന്ന മിസ്കീന്മാരും ഫക്കീർമാരും തുടങ്ങിയിട്ടുള്ള അവരെ ഈ ആഡളിത സമിതി തന്നെ ഏറ്റെടുത്തുകൊണ്ടിട്ട് അവർക്ക് ആവശ്യമുള്ള പണം ആ നാട്ടിലുള്ള പണക്കാരിൽ നിന്ന് അതേ ആഡളിത സമിതിക്ക് ഏൽപ്പിച്ചിട്ട് അതൊരു ബൈത്തുൽ മാൽ, ഇപ്പൊ സാധാരണയിൽ ബൈത്തുൽ മാൽ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇസ്ലാമിൽ ഉണ്ടല്ലോ. അപ്പൊ ആ ബൈത്തുൽ മാൽ എന്ന് പറയുന്ന ആ സങ്കല്പ അത് ആഡളിത ഒരു മഹല്ല കമ്മിറ്റിയുടെ അവിടെയുള്ള ഒരു ഫണ്ട് അത് തന്നെ ആക്കി വെച്ചിട്ട് അപ്പൊ ആഡളിത സമിതി തന്നെ ഈ സക്കാത്ത് ഇതാക്കി കൊടുത്തെങ്കിൽ അതെന്ത് ബാക്കിയുള്ളതെല്ലാം നിർവഹിക്കപ്പെടുമ്പോ ഈ സക്കാത്തിന്റെ അവിടെ വരുമ്പോ മാത്രം എന്തുകൊണ്ടത് നിർവഹിക്കപ്പെടുന്നില്ല? ആഡളിത സമിതി ഇസ്ലാമികമായ എല്ലാ കാര്യങ്ങളും ശരീഅത്ത് ഭരണമുള്ള നാട്ടിൽ നടത്തും പോലെ നടത്തുന്നു എന്ന് പറയുന്നത് അത് സാധ്യമല്ലാത്തൊരു വിഷയമാണ്. അത് ഇല്ല. എന്തുകൊണ്ട്? പരമാവധി ഇപ്പൊ ചെയ്യാൻ നമ്മൾക്ക് സാധിക്കുന്ന എന്താണ്? പള്ളി നന്നാക്കല്, മദ്രസ നന്നാക്കല്, അതിന് ശമ്പളം കൊടുക്കല്, പൈസ പിരിപ്പിക്കല്, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ അല്ലാതെ അതിലപ്പുറം ഇന്ന് കമ്മിറ്റിക്ക് സാധിക്കുന്നില്ല. ശരീഅത്ത് ഭരണമുള്ള നാട്ടിൽ ഉള്ള എല്ലാ കാര്യവും ചെയ്യാൻ സാധിക്കൂല. എന്താ? ഒന്ന്, ക്രിമിനൽ കാര്യങ്ങൾ, അതിന്റെ ശിക്ഷ കൊടുക്കാൻ സാധ്യത, കട്ടോന്റെ കൈകൊത്താനോ വ്യഭിചരിച്ചവനെ കല്ലെറിഞ്ഞിട്ട് കൊല്ലാനോ ഹദ്ദടിക്കാനോ അതൊന്നും സാധ്യമല്ല. അങ്ങനെ കൊന്നാൽ എന്താവും? ജമാഅത്ത് വലിയ ഗുൽമാനിലാവും, ഒട്ടാ കുഴപ്പത്തിലാവും. പ്രസിഡന്റും സെക്രട്ടറിയും മൊയിലാറും എല്ലാവരും അത് ശിക്ഷിക്കപ്പെടും, ജയിലിരിക്കേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ നടത്താൻ സാധ്യമല്ല. ഏതുവരെ നിക്കാഹ് ഫസ്ഖിന്റെ കാര്യം വരെ ആഡളിത കമ്മിറ്റിക്ക് ഒരു നിയന്ത്രണത്തിൽ ഒരു ആലിം ഉണ്ടായിട്ട് ഒരു തീരുമാനം പറയാൻ വേണ്ടിയിട്ട് ജമാഅത്ത് കമ്മിറ്റിക്ക്, നാട്ടിൽ ആഡളിത സമിതിക്ക് ജനങ്ങളെ സമ്മതിപ്പിക്കാൻ സാധിക്കാത്തൊരു ചുറ്റുപാടാണ് ഇവിടെ കണ്ടും കൊണ്ടുള്ളത്. ജമാഅത്ത് കമ്മിറ്റി ഇടപെട്ടാൽ ആ തലാഖിന്റെ അല്ലെങ്കിൽ ആ ഫസ്ഖിന്റെ കേസ് തീരുന്നില്ല. അങ്ങനത്തെ സാധിക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ വരട്ടെ. ഇല്ല, അങ്ങനത്തെ ഒരു സംഘം ഇല്ല. ഇനി ആഡളിത സമിതി ഉണ്ടെങ്കിൽ, ആഡളിത സമിതി വിശ്വസ്തര് ആണെങ്കിൽ അതിൽ നിന്ന് ആരെങ്കിലും 1-2 ആളിതാ ഇത് ഈ നാട്ടിലുള്ള സക്കാത്ത് കൊടുക്കുന്ന ആൾക്ക് വക്കാലത്താക്കാൻ പറ്റുവരെ, ഇഷ്ടമുണ്ടെങ്കിൽ വക്കാലത്ത് ഒരായിക്കോളാം, അത്ര പറയാനേക്കാൾ അധികം സാധിക്കൂല. അപ്പൊ അയാൾ കമ്മിറ്റി തെരഞ്ഞെടുത്ത ആളാകുമ്പോഴേക്ക് അയാളും പറയും, മുതലാളി എനിക്ക് ഒരു സമ്മതമല്ല, എന്റെ തന്നെ പൈസ വേണ്ടി തരാത്ത ആള്. നല്ല ഉലമാഇന്റെ നേതൃത്വമുണ്ടെങ്കിൽ ആ വക്കീല് മുഖാന്തരം സക്കാത്തിനെ പാവപ്പെട്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാം. ഞാൻ എന്നെ കൂട്ടിയാലോ, എന്റെ ബസിന്റെ പൈസയും കൂടിയായി, അല്ലെങ്കിൽ എന്റെ കാറിന്റെ പെട്രോളിന്റെ പൈസയും കൂടിയാൽ എടുക്കാം. ഞാൻ ആമിലാണ്. ഒരു ആമിലീനായ സക്കാത്തിന് ജോലി ചെയ്യുന്ന ആൾക്കും ഉണ്ടൊരു ഹക്ക് എന്ന് ഞാൻ ആയത്ത് ഓതിയിട്ട് 100 രൂപ ഞാനും കീശയിലിട്ട് എന്റെ കൂടെ പ്രവർത്തിക്കുന്ന വക്കീലിന് നീ എടുത്ത് 200 എന്ന് പറഞ്ഞാലോ അങ്ങനത്തെ ആളൊന്നും പറ്റൂല. വളരെ ചിന്തിക്കേണ്ട കാര്യം. ഫക്കീറന്മാർ ആരും ഇല്ല, അപ്പൊ ആ പുറത്തിന്റെ നാട്ടിലേക്ക് കൊടുക്കേ? സക്കാത്ത് വാങ്ങാൻ അർഹതയുള്ള ആള് ആരും നാട്ടിലില്ല എങ്കിൽ
നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിൽ അത് പറ്റും, അങ്ങനെ തന്നെയാണ് കൊടുക്കണം. നാട്ടിൽ ആരും സക്കാത്തിന് തരപ്പെട്ട ആളില്ലെങ്കിൽ അതിന്റെ അടുത്ത നാട്ടിലുണ്ടോ നോക്കണം. അടുത്ത നാട്ടിലും ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ അപ്പുറത്തെ നാട്ടിലുണ്ടോ, അങ്ങനെ നോക്കിയിട്ട് കൊടുക്കണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം തന്നെ. വിദേശങ്ങളില് സക്കാത്ത് വാങ്ങാൻ അർഹന്മാരില്ലാത്തപ്പോ വിദേശങ്ങളിലുള്ളവർ അവരെ സക്കാത്ത് എന്ത് ചെയ്യണം എന്ന് പറയുന്നു. വിദേശ നാടുകളിൽ സക്കാത്ത് സ്വീകരിക്കാൻ അർഹര് ഇല്ല എങ്കിൽ ഈ പറഞ്ഞത് പ്രകാരം അതിന്റെ അടുത്ത നാട് അവിടെ ഇല്ലെങ്കിൽ അതിന്റെ അടുത്ത നാട്ടിൽ കൊടുക്കാൻ സൗകര്യമില്ലെങ്കിൽ പിന്നെ സക്കാത്ത് മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള അഭിപ്രായം ഉണ്ടല്ലോ. അതായത് അടുത്ത നാട്ടിലേക്ക് കൊടുക്കണം, അതിന്റെ അടുത്ത നാട്ടിലേക്ക് കൊടുക്കണം, എങ്ങനെയാണ് അങ്ങനെ അടുത്തടുത്ത നാട്ടിലേക്ക് ഒന്ന് നോക്കിയിട്ട് കൊടുക്കാൻ സാധിക്കുക വളരെ പ്രയാസമാവും. ഇപ്പൊ ദുബൈയിലുള്ള ആള് അതിന്റെ അടുത്ത നാള് ഇപ്പുറത്ത് ബോംബെയിൽ കടന്നാല് ബോംബെയിൽ ആരും മിസ്കിമാരുണ്ട് അറിഞ്ഞിട്ട് കണക്കെടുത്തിട്ട് കൊടുക്കാൻ വല്ല പ്രയാസമാവും. അപ്പൊ എന്ത് ചെയ്യാ, സ്വന്തം നാട്ടിലേക്ക് തന്നെ കൊണ്ടുവരാ. അപ്പൊ സക്കാത്ത് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് നീക്കം ചെയ്യൽ ആയി. ആ അഭിപ്രായമുണ്ടല്ലോ, അത് സ്വീകരിച്ചുള്ള ഒരു നാട്ടിന്റെ സക്കാത്ത് മറ്റൊരു നാട്ടിലേക്ക് കൊടുക്കാം എന്ന്. ഈ അഭിപ്രായം സ്വീകരിക്കേണ്ടത് ഇരിക്കുന്ന പലരുമുണ്ട്. പലപ്പോഴും റമദാൻ മാസമാകുമ്പോഴേക്ക് അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കുന്ന സമയമാകുമ്പോഴേക്ക് ചോദ്യം വരുന്നു, എന്റെ ഒരു സഹോദരി വളരെ പാവപ്പെട്ട ആളാണ്, ഞാൻ മംഗലാപുരക്കാരന്, അവളുള്ള ഉപ്പിനങ്ങാടിയിലാണ്, സക്കാത്ത് കൊടുക്കാൻ പറ്റൂല പറഞ്ഞാല് ആ നാട്ടിൽ അവൾക്ക് സക്കാത്ത് ഇടിയില്ല, നിന്റെ ആങ്ങളെ വലിയ കച്ചവടക്കാരനല്ല മംഗലാപുരത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്ത് ചെയ്യാ, ഈ ഒരു നാട്ടിന്റെ സക്കാത്ത് മറ്റൊരു നാട്ടിലേക്ക് നീക്കം ചെയ്യാൻ പറ്റും എന്നുള്ള ഷാഫി മദ്ഹബിലുള്ള അതേ അഭിപ്രായം സ്വീകരിക്കാം. ദീനി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ദുനിയാവ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സക്കാത്ത് പറ്റുമോ? ദീനിയായ പഠിപ്പ് അത് ഒഴിച്ചുകൂടാത്തതാണ്, അത് ഫർള് ഐനാണ്. ദുനിയാവിന്റെ പഠിപ്പും അങ്ങനെ തന്നെ ജീവിതത്തിന് അത്യാവശ്യമായ കാര്യമാണ്. ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പിന്നെ വിദ്യാഭ്യാസം വേണം, നല്ലോണം വേണം, എത്ര അധികം ഉണ്ട് അത്രയും നല്ലതാണ്. ആ പഠിക്കുന്ന ആള് മിസ്കീനാണെങ്കിൽ മിസ്കീൻ എന്ന ആ അഡ്രസ്സിൽ എന്താക്കുക, കെയർ ഓഫിൽ കൊടുക്കാം. മിസ്കീനാണ് അല്ല ഫക്കീറാണ്, പഠിക്കുന്നവൻ എന്നുള്ള ആ പേര് വെച്ചും കൊണ്ടല്ല, അവൻ മിസ്കീനാണ്, അവന്റെ ആവശ്യം പൂർത്തിയാക്കാനുള്ള വഴി അവനിക്കില്ല. അവന്താ എന്ത് വഴി, അവന്റെ ആവശ്യം എന്താ, ദീനിയായാലും പഠിക്കുന്ന മുത്താലിമാണ്, അല്ലെങ്കിൽ ഭൗതികം പഠിക്കുന്ന ആളാണ്. അവൻ MBBS ആകാതെ MD ആക്കാൻ പോകുന്നു, പൈസ ഇല്ല, പാവപ്പെട്ടവനാണ്, വേണ്ട മതി എല്ലാം MBBS ആക്കിയിട്ടെന്ന് അത് പറയാൻ പറ്റൂല. അവൻ മിസ്കീനാണെങ്കിൽ മിസ്കീന്റെ ഓഹരിയിൽ നിന്ന് അവന് കൊടുക്കണം. നിനക്ക് ഒരാള് 10 ലക്ഷം റുപ്യ തരാനുണ്ട്, ആ മൂപ്പര് കംപ്ലീറ്റ് ലോസ് ആണ്, അവന് തരുന്ന സ്ഥിതിയിൽ തന്നെ ഇല്ല. എന്റെ ബുക്കിലുണ്ട് അവന് 10 ലക്ഷം എനിക്ക് തരാനെന്ന്, അതിന് സക്കാത്ത് ഞാൻ കൊടുക്കണം. 10 ലക്ഷം റുപ്യ കിട്ടാനുണ്ട്, അവന് മടക്കി തരാനുള്ള കഴിവൊന്നുമില്ല. ചിലപ്പോ പിന്നീട് തരൂ, അല്ലെങ്കിൽ തരാതിരിക്കും, അങ്ങനത്തെ ഒരു ചുറ്റുപാട് വരും, അല്ലെങ്കിൽ വരാതിരിക്കും. എന്താ വേണ്ടത്? അങ്ങനത്തെ പ്രതീക്ഷയില്ലാത്ത പൈസക്ക് അത് കിട്ടിയിട്ടാകുമ്പോഴേക്ക് എത്ര കൊല്ലം കഴിഞ്ഞ് അത്ര കൊല്ലത്ത് കൊടുത്താൽ മതി. കിട്ടിയിട്ടാകുമ്പോഴേക്ക് കൊടുത്താൽ മതി, അതിന് മുമ്പ് കൊടുക്കേണ്ടതില്ല. എത്ര കൊല്ലമായി വാങ്ങിയിട്ട്? 10 കൊല്ലമായി, ഇപ്പൊ കിട്ടൂ എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിട്ടില്ല, ഞാൻ പൊരുത്തപ്പെട്ടിട്ടുമില്ല, ഇപ്പൊ തന്ന് 10 കൊല്ലത്തേക്ക് ഓരോ കൊല്ലവും 10 ലക്ഷം റുപ്യ തന്നെ സ്റ്റോക്ക് ഉണ്ട്, അതിന്റെ എടുത്തിട്ടില്ല. എടുക്കാത്തത് കൊണ്ട് 10 കൊല്ലത്തേക്കും 10 ലക്ഷം റുപ്യന്റെ സക്കാത്ത് തന്നെ. അപ്പൊ അതിന്റെ 2.5% ആദ്യത്തെ കൊല്ലത്തേക്ക്, രണ്ടാമത്തെ കൊല്ലത്തേക്ക് ഇങ്ങനെ കൊടുക്കണം. ഒരു ബാങ്കിന് 25 ലക്ഷം റുപ്യ കടം എടുത്തിന്, അതിനത് തിരിച്ചു കൊടുക്കണം. അപ്പൊ ആ 25 ലക്ഷം ഞാൻ സക്കാത്ത് കൊടുക്കണം. കടം എടുത്ത പൈസ ആരുടേതാണ്, ബാങ്കിൽ നിന്ന് എടുക്കട്ടെ, ഒരു വ്യക്തിന്റെ കയ്യിൽ നിന്ന് എടുക്കട്ടെ, ആരേന്ന് കടം എടുത്താലും ആ പൈസ എന്താണ്, കടം കിട്ടിക്കഴിഞ്ഞാൽ എന്റേതായി. എന്റെ കയ്യിൽ സ്റ്റോക്ക് അത് ഒരു കൊല്ലം നിന്നാ അതിന് സക്കാത്ത് കൊടുക്കണം. എവിടെ നിന്ന് എടുത്താലും നിൽക്കില്ല, എന്റെ കയ്യിൽ ഒരു കൊല്ലം സ്റ്റോക്ക് എന്നാൽ അതിന്റെ 2.5% കൊടുത്തേ തീരും. 10 ലക്ഷത്തിന് 10 വർഷം സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ, 10 വർഷത്തിന്റെ. അത് ഓരോ വർഷത്തിന്റെ 2% കഴിച്ചിട്ട് കൊടുക്കണം, അല്ല ഒരു വർഷം ഇങ്ങനെ 2% ഇതാന്നില്ല സക്കാത്തിൻ്റെതായിട്ട്. അത് ഞാൻ പറഞ്ഞു, 10 ലക്ഷത്തിന്റെ ഓരോ കൊല്ലത്തിനും 10 ലക്ഷത്തിന്റെ തന്നെ കൊടുക്കണം. എന്താ, 10 കൊല്ലം പൂർത്തിയായി, ആദ്യത്തെ കൊല്ലം 10 ലക്ഷത്തിന് സക്കാത്ത് കൊടുക്കാത്തതുകൊണ്ട് 10 ലക്ഷം തന്നെ സ്റ്റോക്കായിട്ട് നിന്ന്, പിന്നെയും അങ്ങനെ സ്റ്റോക്കായിട്ട് നിന്ന്, പിന്നെ അവിടെ ഉള്ള സംശയത്തിന് കാരണം എന്ത് പറഞ്ഞാല് അതിൽ 2.5% ഫുഖറായിന്റെ ഹക്കായില്ലേ എന്നുള്ളത്, അത് ഇവന്റെ കയ്യിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവായിട്ട് പോയിട്ടില്ല. പൂർണ്ണമായിട്ട് ഇവന്റെ കയ്യിൽ നിന്ന് ഒഴിവാകാത്തത് കൊണ്ടിട്ട് ഓരോ കൊല്ലത്തിലും
ನೀವು 10 ಲಕ್ಷ 10 ഓൺലൈനിಂದ ಪ್ರಶ್ನೆ ಕೇಳ್ತಾ ಇದ್ದಾರೆ. വീട്ടിലുള്ള സ്വർണം, അതായത് സ്വർണ്ണ ആഭരണങ്ങളാവാം, അല്ലെങ്കിൽ നമ്മൾ ലോക്കറുകളിലൊക്കെ സൂക്ഷിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. ഇപ്പൊ ഈ വീടുകളിലൊക്കെ കള്ളന്മാരുടെ ശല്യമുള്ളതിന്റെ കാരണത്താല് ലോക്കറുകളിലൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് അദ്ദേഹം ചോദിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ചില ആളുകളുടെ ഇപ്പൊ ആഭരണങ്ങൾ കൂടുതൽ ഉണ്ടാവും വീടുകളിൽ സ്റ്റോക്ക്. അപ്പൊ ഈ ആഭരണത്തിനെ സംബന്ധിച്ചും അപ്പൊ ഈ ആഭരണങ്ങൾ ഒരുപാട് ഉപയോഗിക്കാത്തുണ്ടാവും. ഉപയോഗിക്കുന്നത് ഓരോരോ ദിവസങ്ങളിൽ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഒരാൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ആണെങ്കിലും ആരാണെങ്കിലും അത് പൊതുവെ ഒരു പിന്നെ എന്തെങ്കിലും ഒരു ചെയിൻ, ഒരു വള അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളാവും. അപ്പൊ കണ്ടമാനം ചില ആളുകൾക്ക് 100, 200, 300 പവനൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലെയിനേഷൻ ആവുന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ആഭരണത്തിന്റെ മിതി പരിധി എത്ര എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. നാട്ടിൽ എങ്ങനെ ഉള്ളത് അതുപോലെയാണ്. അത് നമ്മളുടെ ഈ പ്രദേശത്ത്, അതായത് മാംഗ്ലൂർ, ഈ ചുറ്റുഭാഗം, പിന്നെ നമ്മൾ കണ്ട സാധാരണ കേരളത്തിലൊക്കെ നില അങ്ങനെയാണ്. ഒരു 50, 60 എന്ന് ഞാൻ ഒരു ഏകദേശം പറഞ്ഞു. അത് പിന്നെയും വേണമെങ്കിൽ ഒരു 75 പവന്റെ സ്വർണം ഒരു മിതമായിരിക്കും. അതിനേക്കാൾ അധികമാകുമ്പോൾ അമിതമായ ആഭരണം അത് അല്ലെങ്കിൽ മിതമായത് തന്നെ അത് സൂക്ഷിച്ച് വെക്കുന്നു, ലോക്കറിൽ വെക്കുന്നു, അല്ലെങ്കിൽ വേറെ എവിടെയും വെക്കുന്നു, സ്വന്തം പെരയിൽ തന്നെ സൂക്ഷിച്ചു വെക്കുന്നു, ശരീരത്തിൽ ഉപയോഗിക്കാതെ. എല്ലാത്തിന്റെയും നിയമം ഒന്ന് തന്നെയാണ്. ആഭരണം ധരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായ ആഭരണം അത് എവിടെ സൂക്ഷിച്ചാലും ഈ പറഞ്ഞ ഒരു പരിധിയുണ്ട്. ആ പരിധിക്കുള്ളിലുള്ളത് മാത്രമാണെങ്കിൽ അതിന് സക്കാത്ത് വേണ്ട. അതിനേക്കാൾ അപ്പുറം ഉള്ളത് ആണെങ്കിൽ ഉള്ള